നമ്മൾ സിദ്ദിഖ് രാജിവെച്ചിരിക്കുകയാണ്. രാജിവെച്ചു, അയാൾ വെക്കണം. ടു ലേറ്റ് ആണ്. ഇതിന് മുന്നേ അയാളെ എടുത്ത് പുറത്തെറിയേണ്ട കേസാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെ ഭയങ്കര ടു ലേറ്റ് ആണ്. ഇത് തന്നെ ഒരു കൈൻഡ് ഓഫ് ടാക്ടിക്സ് ആണെന്ന് ഞാൻ സ്ട്രിക്ട്ലി ബിലീവ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു റെഗുലർ ഡ്രാമ ഉണ്ടല്ലോ, ലൈക്ക് ഒരു സിമ്പതി എമ്പത്തിയൊക്കെ പിടിച്ചു പറ്റാനുള്ളൊരു സാധനം. ആളുകളുടെ മുമ്പേ ഭയങ്കര നല്ല മനുഷ്യനാണെന്നും ഭയങ്കര എന്താ പറയുക നന്മയുടെ നിറകുടമാണെന്നൊക്കെ കാണിക്കാനുള്ളൊരു വളരെ സാധാരണ ഒരു നിഷ്കളങ്കനാണെന്ന് കാണിക്കാനുള്ള കുറേ ശ്രമങ്ങളുണ്ട്. അതിൻ്റെയും കൂടെ എലമെൻറ്റ് ഇതിനകത്ത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് പേഴ്സണലി വിസിബിൾ ആവുന്നുണ്ട്, എന്നെ പോലെ പല സർവൈവേഴ്സിനും വിസിബിൾ ആവുന്നുണ്ട്. പക്ഷേ രാജിവെക്കുന്ന ഹി ടോട്ടലി ഡിസേർവ് ഇറ്റ്. അയാളെ രാജ്യം മാത്രമല്ല എന്താണ് അയാളെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ബാൻ ചെയ്യണം. കാര്യം നമ്മളെപ്പോലുള്ള 100,000 സർവൈവേഴ്സിൻ്റെ ഡ്രീമിൽ ചവിട്ടി കയറി നിന്ന് ഉണ്ടാക്കിയ പദവിയാണ് ഇന്ന്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ സ്പേസ് കൊടുക്കുന്ന ആളുകളെയും കൂടെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണം. കാര്യം ഇങ്ങനെയുള്ള ആളുകളെ സ്പേസ് കൊടുക്കുകയും മറ്റ് കഴിവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആളുകളെടുത്ത് പുറത്ത് ചവിട്ടി കളയുകയും ചെയ്യുന്നതൊക്കെ ഭയങ്കര കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദയവ് ചെയ്ത് ഇയാളെ വിഷയങ്ങൾ കൺസിഡേർഡ് ചെയ്യുന്ന ഒരു തരത്തിൽ മറ്റുള്ള ആളുകൾ കാണുക എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയിൽ തന്നെ അയാളെ ബാൻ ചെയ്യണമെന്ന്, ഒരു കൾച്ചറൽ സ്പേസസിലും ഇങ്ങനെയുള്ള അബ്യൂസസിന് സ്പേസ് കൊടുക്കരുത് എന്നും കൂടെ ഉണ്ട്. അപ്പോൾ ആരോപണം ഉന്നയിക്കപ്പെട്ട ഉടനെ തന്നെ രാജിവെച്ചു. അപ്പോൾ അതിനർത്ഥം അദ്ദേഹത്തിന് എന്തോ ഭയപ്പാടുണ്ട്, അല്ലെങ്കിൽ ഇതൊരു വ്യാജാരോപണം ഒന്നുമില്ലെന്ന് ഏതാണ്ട് വ്യക്തമാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിയമപരമായി കൂടി നീങ്ങുമോ? ഞാൻ നിയമപരമായിട്ട് ഇപ്പം അങ്ങനത്തെ ഒരു ഡിസിഷനിലൊന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല. എനിക്കറിയില്ല ഭാവിയിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതുണ്ടായിരിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ പറഞ്ഞ പോലെ എൻ്റെ കരിയറിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണത്, സെൽഫിലാണ്. നമുക്ക് ഈ നിയമപരമായിട്ട് ഇറങ്ങുമ്പോൾ കുറേ ഫാക്ടേഴ്സും ഉണ്ട്. നമുക്ക് ഇമോഷണൽ ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സും അതിനുവേണ്ടി കൊടുക്കാനുള്ള സമയം, ബേസിക്കലി അതിനുവേണ്ടി കൊടുക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം, ആ സോഴ്സുകളൊക്കെ നമുക്ക് ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ അതിനു വേണ്ടി ഇറങ്ങി കുറച്ചുകൂടെ നമ്മൾ ട്രോമാറ്റിക് ആണ്, ഓൾറെഡി ട്രോമാറ്റിക് ആണ്. ഇനി അത് എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ്. ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അത് ഒരു ടൈമിലുണ്ടായിരുന്നു. അത് ഫുള്ളി എൻ്റെ ഹാൻഡിലല്ല, എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ബാക്കിയെല്ലാം ഈ പറഞ്ഞ പോലെ എൻ്റെ കംഫർട്ടിൻ്റെ കാര്യം, ഞാനൊരു ഇൻഡിവിജ്വലും കൂടെയാണല്ലോ, കുറച്ച് വർഷമേ ഞാനിവിടെ ജീവിക്കുകയുള്ളൂ. അപ്പം അതിനിടയിൽ എനിക്ക് കളയാനുള്ള സമയവും പ്രധാനമായിട്ടില്ല എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ മെലോഡ്രാമ കണ്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് വന്ന എല്ലാ റെസ്പോൺസും എനിക്കിനി വയ്യ. ഇത് മീഡിയയിലും എല്ലായിടത്തും ഇങ്ങനെ വരുന്നതും, അയാൾ ഓരോ ഫിലിമിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ ഈ തിയേറ്ററിനകത്ത് ഇരിക്കുമ്പോൾ എല്ലാ ഫിലിമിലും ഇദ്ദേഹം ഒരു ടൈമിൽ പറഞ്ഞത് ഇയാൾ ഫിലിമിൽ വരുന്നത് എനിക്ക് പ്രശ്നമാണ്, അതെനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് അങ്ങനെ അല്ലാതെ അതിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ നമുക്ക് ഓരോ മൂവിയിൽ ഇയാൾ ഓരോ സീൻ ബൈ സീനിൽ വരുമ്പോഴൊക്കെ ഓരോ സർവൈവേഴ്സിനും അത് തോന്നുന്നുണ്ട്. അയാൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മൾക്കിവിടെ അയാളുടെ ടാലൻറ്റോ അയാളുടെ സോക്കോൾഡ് മഹാനടനോ ഇതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഹീസ് നോട്ട് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, ഹീസ് ആൻ അറ്റാക്കർ. നമ്മളെപ്പോലുള്ള 100,000 ആളുകളുടെ സ്വപ്നത്തിൽ ചവിട്ടി നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് അയാൾക്ക് ഇവിടെ കിട്ടുന്ന എല്ലാ തരത്തിലുള്ള പ്രിവിലേജും. അത് കട്ട് ചെയ്ത് കളയാനും ഇവിടെ ഉള്ള ഓരോ പൊളിറ്റിക്കൽ സ്റ്റാൻഡിലുള്ള ഓരോ ആളുകളും, അത് ബീറ്റ് പുതിയ ഡയറക്ടേഴ്സ് ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും ദയവേത് ഇതൊക്കെ മനസ്സിലാക്കണം. അല്ലാതെ അവർക്ക് വീണ്ടും ഇനിയും അയാൾക്ക് കൊടുക്കാൻ 100,000 ഓപ്പർച്യൂണിറ്റീസ് അയാൾക്ക് കൊടുക്കാൻ ഇവിടെ ആൾക്കാരുണ്ടാവും എന്നുള്ളതാണ്.